സഹനത്തിന് രക്ഷാകര മൂല്യമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. തീവ്ര സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അതിൻ്റെ അർത്ഥവും അത് ഉളവാക്കുന്ന ആത്മീയ ഫലവും വിശുദ്ധ ഗ്രന്ഥത്തിൽ അവൾ അന്വേഷിച്ച് കണ്ടെത്തി. തൻ്റെ ദുഃഖങ്ങളും ത്യാഗങ്ങളും വേദനകളും ആത്മാക്കൾക്ക് വേണ്ടി അകലങ്ങളിലുള്ള മിഷണറിമാർക്ക് ശക്തി നൽകുന്നതിന് വേണ്ടിയും യേശുവിൻ്റെ കുരിശിനോടൊപ്പം കൊച്ചുത്രേസ്യ കാഴ്ചവെച്ചു. എപ്പോഴും സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുമായി നടന്നിരുന്ന കൊച്ചുത്രേസ്യയ്ക്ക് യാതൊരു സഹനങ്ങളുമില്ല എന്ന് മറ്റുള്ളവർ ധരിച്ചിരുന്നു. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. അത് കൊച്ചുത്രേസ്യ തൻ്റെ സഹോദരി മരിയായ്ക്ക് എഴുതിയ കത്തിൽ വ്യക്തമാണ്. ചേച്ചി, ഞാൻ ആത്മീയ ആശ്വാസങ്ങളിൽ നീന്തി തുടിക്കുകയാണെന്ന് വിചാരിക്കരുത്. അതല്ല, ഇഹത്തിൽ ആശ്വാസമില്ലാതിരിക്കുക എന്നാണ് എൻ്റെ ആശ്വാസം. മാനസികമായ സംഘർഷങ്ങളിൽ കൂടിയും ആത്മീയതയുടെ ഈ ഇരുണ്ട രാത്രിയിൽ കൂടിയും കൊച്ചുത്രേസ്യ കടന്നു പോയിട്ടുണ്ട്. സ്വർഗമുണ്ടോ എന്നുകൂടി സംശയിച്ച ദിനങ്ങൾ അവൾക്കുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ വിശ്വാസം കൈവിടിയാതെ ഇരുണ്ട രാത്രിക്കപ്പുറം ഒരു സുപ്രഭാതമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. പൗലോസ്ലീഹായുടെ വാക്കുകളിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. ജീവിത സായാഹ്നത്തിൽ രോഗികളുടെ മുറിയിൽ ആക്കപ്പെട്ട കൊച്ചുത്രേസ്യ കഠിനമായി തൻ്റെ സഹനത്തെ സംബന്ധിച്ച് എഴുതുന്നു. അതീവ നിബിഡമായ കൂരിരുട്ടിൽ എൻ്റെ ആത്മാവ് നിപതിക്കുകയും എനിക്ക് അത്യന്തം ഹൃദ്യമായിരുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മനക്ലേശത്തിനും വ്യസനത്തിനുമല്ലാതെ യാതൊന്നും പ്രയോജനമില്ലാതെ ആയിത്തീരുകയും അവിടുന്ന് അനുവദിച്ചു. ഏതാനും ദിവസത്തേക്കോ ഏതാനും ആഴ്ചത്തേക്കോ മാത്രമായിരുന്നില്ല ആ നില തുടരേണ്ടിയിരുന്നത്. നല്ല ദൈവം നിശ്ചയിച്ച നിമിഷത്തിലല്ലാതെ അത് അവസാനിക്കുകയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.